ഇപ്പം നമ്മളുള്ളത് വർക്കലയിലെത്തി. ഇന്നലെ നൈറ്റ് നമ്മൾ എത്തുക. ഇപ്പം നമ്മളുള്ളത് ഹെലിപ്പാഡ്, അതായത് പക്ക ക്ലിഫ്, വർക്കല ക്ലിഫിലാണ്. അപ്പോൾ നമ്മൾ എണീക്കാൻ കുറച്ച് വൈകും. 12:46 നല്ലൊരു ഊണവും നല്ല മീൻകറി. ഇങ്ങനെ അടുത്ത് കാണിച്ചിടാം. നല്ല മീൻകറി, കുറച്ച് സാമ്പാർ, നല്ലൊരു പച്ചക്കറി, പിന്നെ മോരിവിടെ ഉണ്ട്. പിന്നെ മറ്റേതുണ്ട്, രസമുണ്ട് ഇവിടെ. ഇങ്ങനെ പിടിക്കുക. ചെറിയൊരു പപ്പടം, ചെറിയൊരു ഓംലെറ്റ്, കുറച്ച് ചമ്മന്തിപ്പൊടി, അങ്ങനെ കഴിക്കുക. കുഴപ്പമില്ല. അച്ചാർ കൊടുക്കാൻ നല്ല രസമുണ്ട്. നമ്മളിന്നലെ ഇന്നലെ വീഡിയോയിൽ കണ്ടില്ല, എറണാകുളം കഴിച്ചിരുന്നു. സ്ഥിരമായിട്ട് കഴിക്കുന്ന ആടെയാണ്. അവിടെ അടിപൊളി നല്ല ചമ്മന്തിപ്പൊടി, പിന്നെ ഉണക്കമീൻ, പിന്നെ ഇവിടെ നമ്മളെ ബത്തലുണ്ട്. ഇതാണ് കൊഴുവ, ഇവിടുത്തെ കൊഴുവ, പപ്പടം, കൂട്ടാൻ, ഓംലെറ്റ്, അച്ചാർ, പായസം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്താ പാട്? പിന്നെ നമ്മൾ നേരത്തെ ഫുള്ള് കണ്ണാപ്പി വൈബാണ്. കേട്ടോ, വർക്കല കാണാത്തവർക്കായി. ഓക്കെ, കടലാണ് കാണുന്നത്. നമ്മൾ ഇന്നലെ എടുത്തിരുന്ന റൂം നമ്മൾ മാറ്റി. ഇന്നലെ 12 മണി 1 മണിക്കൊക്കെ ഇവിടെ എത്തുന്നത്. ആ സമയത്ത് കിട്ടണെടുക്കാനല്ല, വേറെ രക്ഷമല്ല. അപ്പം ഇനി നല്ല റൂം കണ്ടിരിക്കണം, അതൊന്ന് പോയോട്ടെ. ഇതിലൊക്കെ ഇങ്ങനെ കണ്ട ചെറിയൊരു ഗോവൻ്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മളെ കടലോക്കി. ആഹാ, അങ്ങനെ നമ്മളെ റൂമിലെത്തി. ഇതാണ് നമ്മൾ ഇന്നത്തെ റൂം കേട്ടോ. ഷെരീഫിൻ്റെ ബാഗ് അവിടെ ഉണ്ട്, എൻ്റെ ബാഗ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഓഫ് സീസണാണ് വർക്കലിൽ. നമ്മൾ വെറുതെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ അതിൻ്റെ വിസക്ക് കാത്തിക്കണം. ഓക്കെ, സത്യത്തിൽ അതാണ് അവസ്ഥ. ആ വിസ ഒന്ന് നാളെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഒരു ഇഷ്ടപ്പെടൊക്കെ ഒന്ന് ഇറങ്ങാൻ പോലെ. അതാണ് നമ്മുടെ റൂം. കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പിന്നെ 1200 1100 റേറ്റ് റൂമിൻ്റെ. ഓക്കെ, അപ്പോൾ വർക്കലേക്ക് നമുക്ക് ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ്റ് വെക്കുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, അറിയിക്കാം. അപ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്ത് നേരെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ടിബറ്റൻ ജ്വല്ലറി ഒക്കെ ഉണ്ട് ഇവിടെ. ഫുള്ള് സംഭവം ഒരു നോർത്ത് ഇന്ത്യക്ക് പോയ പോലെയാണ്. ഫുള്ള് നോർത്ത് ഇന്ത്യൻസാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ബായ് റൂം ചായേ ചേർന്ന് ഒരു കണ്ടിട്ടേ ഒരു ആർട്ടിഫിഷ്യൽ ഗോവ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലുള്ളൊരു പരിപാടി. പിന്നെ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്. എന്തായാലും ഇങ്ങനെ പോയോ. ക്ലൈമറ്റ് ഉണ്ടല്ലോ കറക്റ്റ്, നല്ല ചൂടാണ്. ഇനി വരുന്ന ആൾക്കാരൊക്കെ അപ്പുറത്തെ ബാക്കിൽ കുറേ നടന്ന് പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അവരൊക്കെ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും. കടൽ നല്ല മദ്ദളം കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൗണ്ട് നല്ല സൗണ്ടാ. ക്ലിഫ്, കടലിൻ്റെ ഭംഗി. അത് എവിടെ പോയി? എന്താ പോയത്? ഒരു മൃഗം പോയിടാ അതിലെ, മറ്റേ പാമ്പും കീരി ഒരു കീരി പോയില്ല. കടൽ നോക്കി എന്താ ഭംഗിയില്ലേ. നടക്കുന്നുണ്ടോ, ആൾക്കാർ കളിക്കുന്നുണ്ടോ, പന്തളിച്ച് അത് നടക്കുകയാണല്ലേ അതിലെ. നല്ല റിസോർട്ടുകളും ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ഇവിടത്തേക്ക് വിനോദേ ടൂറിസ്റ്റുകൾ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫുൾ ഫോറിനേഴ്സിന് പറ്റിയ വൈബുകളാണ്. പിന്നെ വർക്ക് ഫ്രം ഹോമുകൾ കേന്ദ്രീകരിച്ചുള്ള കുറേ ഹോം സ്റ്റേ സാധനങ്ങളുണ്ട്. ചെക്കടക്കുണ്ട്. പറഞ്ഞതിൻ്റെ പറക്കലെല്ലാം കോമഡി. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ മാതിരി ഇങ്ങനെ വരും ഒരു കെർവിങ്ങിൽ. ഇനി ഒരൊറ്റ ബാക്കൊക്കെ ഒരു പോക്കാം പോയി. ഇതാണ് ഇവിടുത്തെ വൈബുകൾ.
അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഓഫ് സീസണാണ്. സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിസോർട്ടുകളിലൊക്കെ നമ്മൾ ഇവൻറ്റുകൾ സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ നല്ല രസമായിട്ടുള്ള, എന്നും നമ്മുടെ വീട്ടിൽ നിൽക്കുക നമുക്ക് അതിനൊക്കെ കുറച്ചൊരു മാറ്റം വന്നിട്ടുള്ളൊരു വൈബായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്നൊക്കെയുള്ള വ്യൂ വേണ്ടത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ ഏരിയ ആയിരിക്കും ഇത്. നമ്മൾ നടത്താൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഹോട്ടലുകളിൽ റിസോർട്ടുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഡീലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻസ് എന്താ പറയുക, വൈജർഗ്രാമിൻ്റെ. എന്നാലും നടന്നത് കുറേ ആയി. ഇതിപ്പോൾ ഇവിടെ ഓഫ് സീസൺ ആയതുകൊണ്ടേ ഇവിടെ കുറേ കടകൾ അടച്ചിരിക്കണേ. എന്നാലും മുന്നിൽ ഇങ്ങനെ പോയോക്കട്ടെ. ഓക്കെ, കുറേ റിസോർട്ടുകൾ ഇവിടെ ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും വ്യൂ എന്താ അറിയോ, കടലാണ്. നടന്ന് ഒരു അറ്റത്തെത്തിട്ടോ ഇല്ലട്ടോ, അറ്റല്ല, നമുക്ക് ഇങ്ങനെ പോയി അവിടെ കടന്ന് പോകാണ്ട്. അതാണ് അവസ്ഥ. നമ്മളിങ്ങനെ വന്ന് നല്ല ലോങ് കഴിഞ്ഞു ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ വന്നിറങ്ങിയ സ്ഥലമുണ്ടല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ എത്തി. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നടന്ന് ആ നടത്തങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് തോന്നിയോണ്ട് എന്ത് ചെയ്തു, നമ്മൾ നേരെ വണ്ടി സ്കൂട്ടർ റെൻറ്റിനെടുത്തു. സ്കൂട്ടർ ഇവിടെ ഉണ്ട്, നമ്മൾ സെക്കൻഡ് എണ്ണ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ പോവാണ്. ഓക്കെ, പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തതും റൂം എടുത്തതും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ പാക്കേജുകൾ തുടനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ നമ്മൾ കപ്പിൽ ബീച്ചിലാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വന്ന് ഇവിടെ പൊഴിക്കര ബീച്ച്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നല്ല വണ്ടിയിൽ പോന്ന് ഇവിടെ എത്തി. അതേപോലത്തെ ബീച്ചാണോ, കടലിൻ്റെ ഭംഗിയെല്ലാം കൊടുത്തു. അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ബീച്ചുകൾ മാത്രമേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും വൈബുണ്ടോ എന്ന് പോയോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കുറേ കപ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.